ഹലോ, ഇന്നെൻ്റെ സിൽവർ ജൂബിലിയാണ് കേട്ടോ. അതായത് എനിക്ക് ഒഫീഷ്യലി 25 വയസ്സായി. സോ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഇന്നത്തെ ദിവസം. പക്ഷെ അത് പോസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 12 മണിയായി. ഐ വാസ് ഇൻ ട്രെയിൻ. ഞാൻ ബാംഗ്ലൂർ നാട്ടിലേക്ക് പോകുമായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായത്. സോ ഇപ്രാവശ്യം ആൻഡ് ഇറ്റ്സ് 25 റൈറ്റ്. അപ്പം ഫാമിലീൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അതേ അമ്മമ്മയായിട്ട് കുറച്ച് സമയം കഥ പറഞ്ഞിരുന്നു. ആൻഡ് ഷി വാസ് ആസ്കിങ് ഇതാര് തന്ന ഫ്ലവറാണ്, എപ്പോൾ തന്ന ഫ്ലവറാണ്, എങ്ങനെ കിട്ടിയ ഫ്ലവറാണ്, അങ്ങനെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദേ എൻ്റെ മാമനിവിടെ കപ്പയും ചിക്കനും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. അമ്മ എനിക്ക് സൈഡൊക്കെ കുത്തി തന്നു. എനിക്ക് ഇങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ ഇപ്രാവശ്യം 25 അല്ലേ, കുറച്ചൊന്ന് ഡീസൻ്റ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ കുത്തി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ആൻഡ് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ തൊട്ട് മുമ്പിലുള്ള അമ്പലം കേട്ടോ, അവിടെ പോയി വന്നു. അമ്പലത്തിൽ പോയി വന്നപ്പോഴത്തേക്ക് ദേ ബിരിയാണി വന്നു. പിന്നെ ദേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ദേ എല്ലാവരും സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ കേക്കും വന്നു ഗൈസ്. കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ദേ എല്ലാവരും തയ്യാറായി. അങ്ങനെ ഒഫീഷ്യലി എൻ്റെ 25th ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആണിത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു. ബിക്കോസ് എന്താ ചെയ്യുക. ആൻഡ് നേരത്തെ പറഞ്ഞ കപ്പയും ചിക്കനും റെഡിയായി. ബൈ ദ വേ ദിസ് ബിരിയാണി ഈസ് ഓൾസോ യമ്മി വൺ ഈസ് റെഡി നൗ. അയ്യോ, അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തോ ചുമ്മാ എല്ലാവരും കൂടുമ്പോൾ രസമല്ലേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ അതേ എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങി. പക്ഷെ ആരും പോയില്ല. എന്താ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ വീഡിയോ. ഓക്കെ, ബൈ.